നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം തിരുവചനം. വാക്കുകൾ പ്രാർത്ഥനയാക്കിയ അമ്മ. നോക്കാം, വാക്കുകൾക്ക് ഇത്രമേൽ ശക്തിയുണ്ടെന്ന് കണ്ടെത്തുന്ന ടെക്സ്റ്റ് എസേക്കിയേൽ 37-ാം അധ്യായമാണ്. അസ്ഥികളിൽ ജീവൻ വയ്ക്കുന്നത് വാക്കുകളുടെ വിസ്മയം തീർക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. മറിയത്തിൻ്റെ വാക്കുകൾ തേൻ പോലെ മധുരിക്കുന്നതായിരുന്നു. കയ്പനുഭവങ്ങളിൽ പെട്ടുഴലുന്നവർക്ക് അമ്മ മൊഴികൾ അമൃതായിരുന്നു. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന വാക്കുകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതാണ് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതമെന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. മാറായിലെ ജലത്തിൽ ഒരു കമ്പിട്ടപ്പോൾ വെള്ളം മധുരിച്ച കഥ പഴയ നിയമത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. പുതിയ നിയമത്തിലെ പൂവിട്ടവടിയും വാഗ്ദാന പേടകവും മന്നാ പേടകവും എല്ലാം മറിയമാണ്. എൻ്റെ വാക്കുകളുടെ ആത്മീയത മറിയത്തിൻ്റെ സ്നേഹസമ്മാനമാണെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുറിക്കുന്നത് അമ്മയുടെ വാക്കിൻ്റെ മാധുര്യം നുകർന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. നാവിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തവർ ഇനിമേൽ മറിയത്തിൻ്റെ അടുത്തേക്ക് വരിക. അവൾ നിന്നെ വാക്കുകളുടെ പുതുലോകം പഠിപ്പിക്കും. നിന്റെ നാവ് കൃപയുടെ നാവാക്കി അവൾ മാറ്റുകയും ചെയ്യും. അമ്മയെ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് അനുദിന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള അനുഗ്രഹം അവൾ നൽകും. വിശുദ്ധ ജോസ് മരിയയുടെ വാക്കുകളാണ്. വചനവായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.